വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് തലമറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഓരോ പൗരനും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ആരാധനകളുടെ കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം വകവെച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ചാനൽ ചർച്ചകളിലൂടെ ഇസ്ലാം എന്നത് ഏറ്റവും പ്രധാനമായി സ്ത്രീയെ താഴ്ത്തിക്കെട്ടുന്ന മതമാണ് എന്ന കാര്യം ഉയർത്തിക്കാണിക്കാനാണ് ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ലിബറലിസത്തിന്റെ പ്രധാന തത്വങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണത്. സ്വാതന്ത്ര്യം, അതാണ് മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ലിബറലിസം ഇസ്ലാമിനെ വിമർശിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു മേഖല സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീയെ പർദ്ദയുടെ ആ അടിമത്തത്തിൽ തളച്ചിട്ട് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കും കൂച്ചുവിലങ്ങിടുന്ന മതമാണ് ഇസ്ലാം എന്ന്. ഇവിടെ ഈ വിമർശനം ഉന്നയിക്കുമ്പോ ഭൗതികമായ ചില താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. ഒന്ന്, ഈ ഭൗതികവാദത്തിന്റെ ആളുകൾ, ലിബറലിസത്തിന്റെ, മെറ്റീരിയലിസത്തിന്റെ, ക്യാപിറ്റലിസത്തിന്റെ ആളുകൾ ലോക കമ്പോളത്തിൽ കച്ചവട താല്പര്യവുമായി മുന്നിട്ടിറങ്ങുന്ന അവര് പ്രധാനമായി ലക്ഷ്യം വെക്കാറുള്ള ഒന്ന് പലിശ സംവിധാനമാണ്. ഇസ്ലാം ആ പലിശക്കെതിരാണ്. രണ്ട്, അവർ ലോക കമ്പോളത്തിൽ മുതൽ ഇറക്കിയിട്ട് ലാഭം നേടാൻ ശ്രമിക്കുമ്പോ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താറുള്ള രണ്ടാമത്തെ വസ്തു മനുഷ്യന്റെ ലൈംഗികതയാണ്, സെക്സ് ആണ്. മൂന്നാമത്തേത് സ്ത്രീയാണ്. ഇസ്ലാമിന് ഈ മൂന്ന് വിഷയത്തിലും കൃത്യമായ കാഴ്ചപ്പാടും നിർദ്ദേശങ്ങളുമുണ്ട് എന്നതാണ് ഈ കച്ചവട കണ്ണുള്ള ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനുള്ള പ്രധാനമായ ഭൗതിക താല്പര്യങ്ങളിലൊന്നും. കാരണം സ്ത്രീയുടെ സൗന്ദര്യം പ്രകടമാക്കപ്പെട്ടെങ്കിലേ ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യത്തിൽ ഒന്നായ, വിപണനത്തിൽ ഒന്നായ കോസ്മെറ്റിക്സിന് മാർക്കറ്റ് ഉണ്ടാകുള്ളൂ. സ്ത്രീ സൗന്ദര്യം പരസ്യപ്പലകയിൽ ഉപയോഗപ്പെടുത്തെങ്കിൽ മാത്രമേ സെക്സ് വാണിഭത്തിലൂടെ, സെക്സ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് നടത്തുന്ന വാണിഭത്തിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഇസ്ലാം സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന മതമാണ് എന്ന് പ്രചരിപ്പിക്കണം. ഇസ്ലാം സ്ത്രീയുടെ പുരോഗതിക്ക് തടസ്സമാണ് എന്ന് പഠിപ്പിക്കണം.